ഫിലിപ്സിൻ്റെ ആ ഒരു ക്വാളിറ്റി ഇപ്പോഴും ആ ഒരു സ്പീക്കറിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ ജിബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു 8 ഇഞ്ച് വൂഫർ വെക്കുന്നൊരു ബോക്സാണ്. അപ്പം ഇത് നമ്മൾ ബോക്സ് വാങ്ങിച്ചു. വൂഫർ ഓൾറെഡി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അൺബോക്സിങ് റിവ്യൂ എല്ലാം നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണുന്നവർ ജസ്റ്റ് ഒന്ന് കണ്ടേക്കാം. ഞാൻ ജസ്റ്റ് കാർഡ് ആഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്പീക്കർ ഫിലിപ്സിൻ്റെ ഫുൾ റേഞ്ച് സ്പീക്കർ 8 ഇഞ്ച് ഫുൾ റേഞ്ച് സ്പീക്കറാണ് നമ്മളിന്ന് ഈ ബോക്സിൽ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി ആദ്യം ബോക്സിനെ പറ്റി പറയുകയാണെങ്കിൽ ബോക്സിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 350 രൂപയാണ്. ഈ ഒരു ബോക്സിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. നമുക്കൊരു 8 ഇഞ്ച് വൂഫറും ഒരു ട്യൂട്ടറും വെക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും ബോക്സിൻ്റെ ഒരു അളവെന്ന് പറയുന്നത്. പിന്നെ സൈസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സൈസിൽ തന്നെ ആയിരിക്കും നമുക്ക് ഈ ഒരു ബോക്സ് വരുന്നത്. നല്ലൊരു MDF ബോർഡിലായിരിക്കും ഈ ഒരു ബോക്സ് ചെയ്തിരിക്കുന്നത്. 350 രൂപ. ഹോൾസും കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് നമ്മൾ ഇടണം. ട്യൂട്ടറിൻ്റെ ഹോളും അതുപോലെ വൂഫറിൻ്റെ ഹോളും എയർ ഹോളും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ് ഈ ഒരു ബോക്സിൻ്റെ കാര്യം. അപ്പോൾ നമുക്ക് എന്തായാലും പണി തുടങ്ങാം. അപ്പം ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ ട്യൂട്ടറല്ല വെക്കുന്നത്, നമ്മളൊരു 3 ഇഞ്ച് വൂഫറാണ് വെക്കുന്നത് ട്യൂട്ടറിന് പകരം. കാരണം ഇതൊരു ഫുൾ റേഞ്ച് സ്പീക്കർ ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകം ട്യൂട്ടർ വെക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. നമ്മളിത് പുറത്ത് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്ര നോയ്സ് വരുന്നത്. വണ്ടികളൊക്കെ ഒരുപാട് പോകുന്നതുകൊണ്ടാണ്. അപ്പം ഈ ഒരു വൂഫറാണ് നമ്മൾ ട്യൂട്ടറിന് പകരമായിട്ട് വെക്കുന്നത്. ഫുൾ റേഞ്ച് സ്പീക്കർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ സൗണ്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. നമ്മുടെ അഹൂജ 4040 SM തന്നെ കൊടുത്ത് ചെക്ക് ചെയ്തിരുന്നു. ഇതൊരു 2-വേ ക്രോസ് ഓവറാണ്. ഞാനത് എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ച് വാങ്ങിച്ചാണ്. വലിയ വിലയൊന്നുമില്ല, 50 രൂപയേ ഉള്ളൂ. ക്വാളിറ്റി കുറവാണ്. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചെക്ക് ചെയ്ത് നോക്കി. നമ്മുടെ ഫിലിപ്സിൻ്റെ സ്പീക്കറിന് അല്പം സൗണ്ട് കുറയുന്നതായിട്ട് തോന്നി. ഈ ഒരു 2-വേ ക്രോസ് ഓവർ കൊടുത്തപ്പോൾ നമ്മൾ ക്രോസ് ഓവർ വെക്കുന്നില്ല. ക്രോസ് ഓവർ വെക്കാതെ 2 സ്പീക്കറും പാരലായിട്ട് കൊടുത്ത് എടുക്കുകയാണ്. ഇംപെഡൻസ് മാച്ചിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ചെറിയൊരു പണി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്യൂട്ടർ വെക്കാനുള്ള ഹോൾ അവർ ഡ്രിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഈ 3 ഇഞ്ച് വൂഫർ ഇതിനകത്തേക്ക് ഇറങ്ങുന്നില്ല. അപ്പോൾ അവിടെ ഒരു അളവിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് സാൻഡ് പേപ്പർ ഇട്ട് നല്ലപോലെ റബ്ബ് ചെയ്ത് മാത്രമേ നമുക്ക് ആ ഒരു ഹോളിലേക്ക് ഈ ഒരു വൂഫർ ഇറങ്ങിയിരിക്കത്തുള്ളൂ. അതുപോലെ നമുക്ക് ഈ സൈഡ് ഒന്ന് ബ്ലാക്ക് അടിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫിനിഷിംഗ് കൂടി കിട്ടും. അപ്പോൾ എന്തായാലും നമുക്കതൊന്ന് അളവ് ലെവലാക്കാം. ഈ ഒരു വൂഫർ ഇറങ്ങിയിരിക്കാൻ പറ്റുന്ന രീതിയിൽ അളവൊന്ന് ലെവലാക്കാം. എന്നിട്ട് നമുക്ക് കൊടുക്കാം. ഞാൻ ക്രോസ് ഓവർ യൂസ് ചെയ്യുന്നില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു, ക്രോസ് ഓവർ യൂസ് ചെയ്യുമ്പം നമ്മുടെ ഈ വൂഫറിന് ഫുൾ റേഞ്ച് സ്പീക്കറിന് സൗണ്ട് കുറയുന്നതായിട്ട് തോന്നി. നമ്മളത് യൂസ് ചെയ്യുന്നില്ല. എന്നാലും നമുക്കിത് ഒന്ന് അളവൊന്ന് ലെവലാക്കാം. നമ്മളത് നല്ല രീതിയിൽ റബ്ബ് ചെയ്ത് നമ്മുടെ വൂഫർ പെർഫെക്റ്റ് സിറ്റിംഗ് ആയിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ നമ്മുടെ പകുതി ടാസ്ക് കഴിഞ്ഞു. ഇനിയുള്ള ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾ ഡ്രിൽ ചെയ്യുക, കറക്റ്റായിട്ട് സെൻറ്റർ ചെയ്ത് വെക്കുക സ്പീക്കറെല്ലാം. പിന്നെ വയറെടുക്കാനുള്ള ഹോൾ ഡ്രിൽ ചെയ്യുക. അത് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. പിന്നെ സോൾഡർ ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്ക് നേരെ മാർക്ക് ചെയ്ത് ഹോൾ ഡ്രിൽ ചെയ്യാം. സെറ്റ് ചെയ്തിട്ടുണ്ട്. വയറിംഗ് ഒന്നും ചെയ്തില്ല, ജസ്റ്റ് വൂഫറും എല്ലാം ഒന്ന് ഫിറ്റ് ചെയ്തു. സംഭവം നല്ല ഫിറ്റായിട്ട് ട്രിപ്പുണ്ട്. സ്ക്രൂ ഒന്നും ഫുൾ ചെയ്തിട്ടില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു മാറ്റ് ബ്ലാക്ക് പെയിൻ്റ് അടിക്കണമല്ലോ ഈ ഒരു ഫ്രെയിമിന്. ആ ഒരു ഭംഗി കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് അതൊന്ന് അഴിച്ചൊന്നുകൂടി പെയിൻറ്റ് ചെയ്യണം. ഇത് സെറ്റായിട്ടുണ്ട്. ആ ഒരു പ്രൊഫഷണൽ ലുക്ക് നമുക്ക് കിട്ടുന്നുണ്ട് ഫിലിപ്സിൻ്റെ ഫുൾ റേഞ്ച് സ്പീക്കറിൽ. ഈ ഒരു പെട്ടിയുടെ ആവശ്യമുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്പീക്കറിന് പെട്ടിയുടെ ആവശ്യമില്ല. അത്രയ്ക്ക് പെർഫോമൻസാണ് ഈ ഒരു സ്പീക്കർ നമുക്ക് തരുന്നത്. പിന്നെ പഴയ സ്റ്റോക്കാണ്. കുറച്ച് മൂപ്പലും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. പേപ്പറൊക്കെ കോണാണെങ്കിൽ തന്നെ ഇച്ചിരി വല്ലാണ്ടായിട്ടുണ്ട്. ഫിലിപ്സിൻ്റെ ബാഡ്ജിങ് ഒക്കെ മായാൻ തുടങ്ങി. അപ്പോൾ എന്തായാലും അതിന് മുമ്പ് തന്നെ നമ്മൾ ബോക്സിൽ സെറ്റ് ചെയ്തു. പിന്നെ നമുക്ക് ഇതിൻ്റെ വയറിങ് ചെയ്യണം. ബാക്കി ജസ്റ്റ് പെയിൻറ്റിങ്ങും ടച്ചപ്പും പിന്നെ ഈ ബോക്സ്
ഒന്ന് നല്ലപോലെ തുടച്ച് വൃത്തിയാക്കണം. എന്നിട്ട് ഡയറക്റ്റ്ലി നമ്മൾ ആംപ്ലിഫയറിൽ കൊടുക്കുകയാണ്. 4040 അഹൂജയുടെ 4040 SM-ലായിരിക്കും നമ്മൾ കണക്ട് ചെയ്യുന്നത്. കറക്റ്റ് കോമ്പിനേഷൻ ആയിരിക്കും ഫിലിപ്സിൻ്റെ സ്പീക്കറും അഹൂജ 4040 SM. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ബാക്കി പണികളൊക്കെ ചെയ്യാം. വയറിങ്ങും കാര്യങ്ങളും പെയിൻറ്റിങ്ങും എല്ലാം ചെയ്യാം. നമ്മളെന്തായാലും മാറ്റ് ബ്ലാക്ക് അടിച്ചിട്ടുണ്ട് സ്പീക്കറിൽ പറ്റാത്ത രീതിയിൽ. അപ്പോൾ ഒരു ഫിനിഷിങ് കിട്ടും. രണ്ടിലും അടിച്ചിട്ടുണ്ട്. എന്നാലും ജസ്റ്റ് ഒന്ന് ഉണങ്ങിയിട്ട് നമുക്ക് വയറിങ് ചെയ്യാം. നമ്മുടെ ബോക്സിൻ്റെ വർക്ക് കംപ്ലീറ്റ്ലി കഴിഞ്ഞിരിക്കുകയാണ്. വയറിംഗ് എല്ലാം നമ്മൾ ചെയ്തു. ഇനി നമ്മൾക്ക് സൗണ്ട് ടെസ്റ്റ് മാത്രം ചെയ്താൽ മതി. ഇപ്പോൾ ഒരു വൃത്തി കാണുന്നുണ്ട്. ആ ഒരു സ്പീക്കറിന് മാറ്റ് ബ്ലാക്ക് അടിച്ചപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ലുക്ക് വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു സ്പീക്കറിൻ്റെ ആവശ്യമില്ല ആക്ച്വലി. ഈ ഒരു ഫുൾ റേഞ്ച് സ്പീക്കർ കൊണ്ട് തന്നെ നമ്മുടെ കാര്യം നടക്കും. പക്ഷേ നമ്മൾ ജസ്റ്റ് ഒരു 3 ഇഞ്ച് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് മറ്റേ ഇംപെഡൻസ് പ്രശ്നം വരുന്നില്ല. ഇംപെഡൻസ് മാച്ചിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നെങ്കിൽ ക്രോസ് ഓവർ നെറ്റ്വർക്ക് ഇട്ടിട്ടില്ല. ക്രോസ് ഓവർ നെറ്റ്വർക്ക് ഇടുന്ന സമയത്ത് നമ്മുടെ സ്പീക്കറിൻ്റെ ഒരു ട്രബിൾ കുറയുന്നതായിട്ട് നമുക്കൊരു ഫീൽ വന്നു. ബേസ് കൂടുതലിട്ട് കയറി ഇരുന്നിട്ട് അതുകൊണ്ടാണ് ഞാൻ ഒരു ഫുൾ റേഞ്ച് സ്പീക്കർ ആയതുകൊണ്ട് തന്നെ ക്രോസ് ഓവർ നെറ്റ്വർക്ക് ഇടാഞ്ഞത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് നേരെ സൗണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ബോക്സ് ഫുള്ള് സെറ്റ് ചെയ്ത് വയറിംഗ് ഒക്കെ ചെയ്ത് നമ്മൾ അഹൂജ 4040 SM-ൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ആക്ച്വലി ഞാനിത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാളിൽ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ഭാഗത്തും ആ ഒരു മൂലയ്ക്കായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ആക്ച്വലി ഇത് ഇപ്പം ഈ ഒരു ബോക്സ് ആയിരുന്നു ഇവിടെ ഇരുന്നത്. ഇത് നമ്മൾ ജസ്റ്റ് മാറ്റിയിട്ട് ഈ ബോക്സ് ഫിറ്റ് ചെയ്തതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വയർ താഴേക്കൂടി എടുത്തത്. അപ്പം എന്തായാലും നമുക്ക് ഇതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റി എത്രത്തോളം നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഒരു രക്ഷയില്ലാത്ത ഔട്ട്പുട്ടാണ് നമുക്ക് ഈ ഒരു ബോക്സിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ അത്രയാണ് അതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു ഫിലിപ്സിൻ്റെ ഫുൾ റേഞ്ച് സ്പീക്കറിൻ്റെയും ആ ഒരു ബോക്സിലൊക്കെ വെച്ചപ്പോൾ ഉള്ള ഒരു ഔട്ട്പുട്ട് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഹെഡ്ഫോൺ യൂസ് ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു എഫക്റ്റ് കിട്ടിയേനെ. ഒരു വോളിയം 50% ആക്കിയിട്ട് അതിൻ്റെ ഒരു പതർച്ച കാര്യങ്ങളൊന്നും വന്നില്ല. അതാണ് ഈ ഒരു സ്പീക്കറിൻ്റെ പ്രത്യേകത. നമ്മൾ ബേസ് കുറച്ചിട്ടിരിക്കുകയാണ്, ബേസ് 50-ലിട്ടിരിക്കുകയാണ്. എങ്കിൽ പോലും ആ ഒരു പതർച്ച കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു സ്പീക്കറിന് ഇതുവരെ ആ ഒരു 50-ലെത്തുന്നതും 50-ലേക്കാൾ കൂടുതൽ കൂട്ടുമ്പോഴും ആ ഒരു പതർച്ചയൊന്നും കാണുന്നില്ല. അപ്പം ആ ഒരു ക്വാളിറ്റി, ഫിലിപ്സിൻ്റെ ആ ഒരു ക്വാളിറ്റി ഇപ്പോഴും ആ ഒരു സ്പീക്കറിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മളൊരു 3 ഇഞ്ച് സ്പീക്കർ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു ക്വാളിറ്റി, ആ ഒരു പവർ ഹാൻഡ്ലിംഗ് ഇപ്പോഴും ആ ഒരു സ്പീക്കറിനുണ്ട്. അടിപൊളിയായിട്ട് ആ ഒരു ഓഡിയോ ഔട്ട്പുട്ട് നമുക്ക് ഈ ഒരു ബോക്സിൽ നിന്ന് കിട്ടുന്നുണ്ട്. താഴെ ഇരിക്കുന്ന വലിയ ബോക്സിൻ്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് ഇപ്പോൾ തോന്നുന്നു. അത്ര നല്ലൊരു സൗണ്ട് ഈ ഒരു 2 ബോക്സ് തന്നെ കിട്ടും. ഇത് നമുക്ക് അത്യാവശ്യം PA യൂസൊക്കെ ചെയ്യാം കേട്ടോ. ഒരു അമ്പലങ്ങളിൽ ചെറിയ പ്രോഗ്രാം, അല്ലെങ്കിൽ ചെറിയ അംഗൻവാടി, അല്ലെങ്കിൽ ചെറിയൊരു പാല് കാച്ച്, അങ്ങനെയൊക്കെയുള്ള ചെറിയ ഫങ്ഷൻസൊക്കെ നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യം സൗണ്ട് എറിഞ്ഞെത്തിക്കാൻ ഈ ഒരു ബോക്സിന് സാധിക്കും.
അതിൻ്റെ കൂടെ നമുക്ക് ട്രിപ്പിളിനായിട്ട് ഈ ഒരു സ്പീക്കറോട് സഹായിക്കുന്നുണ്ട്. ഞാനിപ്പം ഓഡിയോ ചെക്ക് ചെയ്ത സമയത്ത് ട്രിപ്പിൾ കൂടുതൽ ഈ ഒരു സ്പീക്കറിൽ നിന്ന് നമുക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം അത് രണ്ടും കൂടി ഈ എന്താ പറയുക ഈക്വലായിട്ട് ഹാൻഡിൽ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ കാണാൻ അത്യാവശ്യം ഭംഗി കൊടുക്കുന്നുണ്ട് ആ ഒരു മേളിരിക്കുന്ന 3 ഇഞ്ച് സ്പീക്കർ എന്ന് പറയുന്നത്. അപ്പം എന്താണ് നിങ്ങൾക്ക് ഈ ഒരു ബോക്സിനെ പറ്റിയുള്ള അഭിപ്രായം, ഈ ഒരു സ്പീക്കറിനെ പറ്റിയുള്ള അഭിപ്രായം, ആ ഒരു കോമ്പിനേഷൻ എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പം നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു റീസ്റ്റോറേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ. അതുപോലെ നമുക്ക് 2 ആംപ്ലിഫയർ റീസ്റ്റോറേഷൻ വരുന്നുണ്ട്. നമ്മൾ റീസ്റ്റോർ ചെയ്തെടുത്ത ആംപ്ലിഫയറാണ്. ഒരു ലെവൽ മാത്രമേ കത്തുന്നുള്ളൂ വെച്ചാൽ ഒരു ചാനൽ ഞാൻ കൊടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഒരു ചാനൽ മാത്രം കത്തുന്നത്. അപ്പം അങ്ങനെയൊക്കെ കുറച്ച് വീഡിയോസൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാനലിൽ ഇടുന്നത്. അപ്പം ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.